നാട്ടിലെ ഒരു പ്രമുഖ നടനാണ്, കേരളത്തിന്റെ അഭിമാനമായ ഒരു നടൻ. നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ അറിയാമായിരിക്കും, അദ്ദേഹം എന്റെ വീടിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ശ്രീ മോഹൻലാൽ എന്നാണ്. ഞങ്ങളുടെ വീടിന്റെ അടുക്കളവാതിൽ തുറക്കുമ്പോൾ മോഹൻലാലിനെ കാണാം. ഞാൻ നോക്കത്തുപോലുമില്ല. മോഹൻലാൽ ഇങ്ങോട്ട് നോക്കി നിൽക്കും. ഞാൻ പെട്ടെന്ന് ജനലങ്ങ് അടയ്ക്കും. പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി മേറൂട്ടി ചേച്ചി സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. എത്രമാത്രം പുച്ഛത്തോടെയാണ് മോഹൻലാലിനെ പരിചയപ്പെടുത്തിയതെന്ന് കേട്ടോ. മോഹൻലാലിൻ്റെ ഡയലോഗൊക്കെ പറഞ്ഞ് കത്തിക്കയറുകയാണിപ്പോൾ. ഇത്രയേറെ ഡേർട്ടിയായ ബിസിനസ് ഒരു കാലത്തും വി ഡി സതീശൻ ചെയ്യരുത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മയക്കുമരുന്ന് വിൽപ്പനയ്ക്കുള്ള ഹബ്ബാക്കി മാറ്റരുതേ എന്നാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്. എന്തായാലും റിയാസ് മരുമകൻ്റെ ശുപാർശയിലും സമ്മർദ്ദത്തിലും ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആകാമെന്ന് കരുതിയെങ്കിലും നടന്നില്ല. പിന്നെ സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്ന് കരുതി, അതും നടന്നില്ല. ശിവൻകുട്ടി മാമൻ്റെയും വി ജോയിയുടെയും ആനാവൂർ നാഗപ്പണ്ണൻ്റെയും കുടംപുള്ളി സുരേന്ദ്രൻജിയുടെയും സ്നേഹഭാജനമായിരുന്നു മേറൂട്ടി. തായ്ക്കണ്ട് വീണച്ചേച്ചിയുടെ നല്ല തോഴിയുമായിരുന്നു. അന്ന് തൊപ്പിയൊക്കെ വെച്ച് കുടുംബസഹിതം പിണറായി വിഴിഞ്ഞത്ത് കാറ്റുകൊള്ളാൻ പോയപ്പോൾ ഒപ്പം മേറൂട്ടി നിൽക്കുന്ന രംഗമൊക്കെ ഒന്ന് കാണണമായിരുന്നു. എന്തായാലും കയ്യിലിരിപ്പ് കൊണ്ടും കന്നന്തിരിപ്പ് കൊണ്ടും അഹങ്കാര ബുദ്ധി കൊണ്ടും തലസ്ഥാനത്തെ കമ്മികൾക്ക് ഒന്ന് കയറിയിരിക്കാൻ പോലും ഇടമില്ലാതാക്കി മേറൂട്ടി. അനധികൃതമായി കയ്യേറുന്ന കോർപ്പറേഷൻ കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തും ഗുണ്ടാപ്പിരിവ് നടത്തിയും ഒക്കെയായിരുന്നു അവിടുത്തെ കുറേ സഖാക്കൾ ജീവിച്ചു പോന്നത്. ഈ പ്രായം കുറഞ്ഞ മേയർ ന്യൂയോർക്കിനെ വരെ വിഭ്രമിപ്പിച്ച ആളായിരുന്നു. എന്തൊക്കെ സമ്മാനങ്ങളാണ് മേടിച്ചുകൊണ്ട് വന്നത്. ഈ മേറൂട്ടിനെ കണ്ടുപഠിച്ചിട്ടാണ് ലോകം അവരുടെ നഗര ചത്വരങ്ങളെ പുരോഗതിയിലേക്ക് നയിച്ചതെല്ലാം. ഈ കുട്ടി കരുതിയത് എന്നെ ലോകം ഇങ്ങനെ മടിയിലിരുത്തി താലോലിക്കുകയാണെന്നും ഞാൻ മാർക്സിസത്തിൻ്റെ മടിയിലേക്ക് ആകാശത്തു നിന്നും പൊട്ടി വീണ നിറകൂട്ടമാണെന്നുമാണ്. എന്തായാലും നഗരസഭയ്ക്ക് പിന്നാലെ ഭരണം കൂടി പോയതോടെ നനഞ്ഞ കോഴിയെപ്പോലെ വീട്ടിലിരിക്കുകയാണ് മേയർ. ഇപ്പോൾ പിച്ച വെച്ചിറങ്ങിയിരിക്കുകയാണ് വീണ്ടും പാർട്ടിയിൽ സജീവമാകാൻ. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്നൊക്കെ കരുതിയെങ്കിലും ആ വ്യാമോഹം വാഴക്കുല ചേച്ചി അപഹരിച്ചു കളഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു രസകരമായ സംഭവം കണ്ടത് ഈ ആര്യ രാജേന്ദ്രൻ ഡിവൈഎഫ്ഐ സഖാക്കൾക്കൊപ്പം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരം നടത്തിയവരെ കാണാൻ പോയ രംഗമാണ്. ഈ സ്ത്രീ ആ സമരപ്പന്തൽ സന്ദർശിച്ചപ്പോൾ തന്നെ സമരക്കാർക്ക് നേരെ ജനങ്ങൾ ചിറികോട്ടാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും സമരം നിർത്തി പോയാൽ മതിയെന്ന നിലയിലേക്ക് ആ സമരക്കാർ മാറി. എന്തായാലും മേറൂട്ട് ചെന്നതിൻ്റെ പിറ്റേന്ന് തന്നെ അവർ സമരം നിർത്തിപ്പോയി. ഈ ആര്യ രാജേന്ദ്രനെയും ഡബിൾ എ റഹീമിനെയും ഒക്കെ കണ്ടാൽ പട്ടിണി സമരം നടത്തുന്നവർ വരെ പല്ല് ഞറുമ്മി എഴുന്നേറ്റ് പോകും. ഇപ്പോൾ മേറൂട്ടി ഡിവൈഎഫ്ഐക്ക് വേണ്ടി സംസ്ഥാന തലത്തിലും പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി വലിയ തോതിൽ സമരം ചെയ്യേണ്ട സാഹചര്യമാണ് ഇതെന്നും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നുമാണ് ആര്യ രാജേന്ദ്രൻ്റെ ആഹ്വാനം. വാക്കുകൾ ചിലത് അർത്ഥമറിയാതെയൊക്കെ പ്രയോഗിച്ച് കളയും. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് മണ്ണാർക്കാടിന് പോയിരിക്കുകയാണ് സഖാത്തി. ഇപ്പോൾ കാണാപ്പാടം പഠിച്ചുകൊണ്ട് വന്ന ഡയലോഗുകൾ വലിയ വായിലങ്ങ് സംസാരിക്കുക എന്നതിനപ്പുറം വ്യാകരണ നിയമങ്ങൾ അറിയില്ല, ഉച്ചാരണ ശുദ്ധിയില്ല, വാക്കിൻ്റെ അർത്ഥം അറിയില്ല. ഇതൊന്ന് കേട്ടു നോക്കൂ. ഗാന്ധിവധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ പാഠഭാഗങ്ങളിൽ നിന്ന് അങ്ങനെ അപ്രത്യക്ഷിതമാകുകയാണ്. അപ്രത്യക്ഷം. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പാഠപുസ്തകങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമാകുകയാണ്. അപ്രത്യക്ഷവും അപ്രതീക്ഷിതവും തമ്മിലുള്ള വ്യത്യാസം പോലും ഈ സ്ത്രീക്ക് അറിയില്ല. എന്തായാലും ആർക്കും വേണ്ടാത്ത കാലത്തും ഇങ്ങനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ നമുക്ക് ഡിവൈഎഫ്ഐ ഉണ്ടല്ലോ, അതിന് നന്ദി പറയണം. വേറെ ആർക്കും എന്തായാലും വേണ്ട. ചിന്തയെയും എന്നെയും സൈബർ ഇടങ്ങളിൽ വലിച്ചു കീറുകയാണത്രേ. അല്ല മേറൂട്ടി, എന്തുകൊണ്ടാണ് സൈബർ ഇടങ്ങൾ നിങ്ങളെ ഇങ്ങനെ ഒറ്റതിരിഞ്ഞിട്ട് ആക്രമിക്കുന്നത്? പ്രവൃത്തി ദോഷമല്ലേ ഇതിനെല്ലാം കാരണം? വ്യാജ ഡോക്ടറേറ്റ് നേടിയ ഒരുത്തി ഡിവൈഎഫ്ഐ നേതാവായി ചമയുമ്പോൾ അവരെ വലിച്ചു കീറാതെ ഇരിക്കുമോ? വിടുവായത്തവും വിപരദോഷവും പറഞ്ഞാൽ അവരെ വെറുതെ വിടുമോ? എല്ലാം പോട്ടെയെന്ന് വയ്ക്കാം. തെരുവിലിറങ്ങി ആഭാസകരമായ മുദ്രാവാക്യം വിളിച്ച് ഈ നാട്ടിലെ സ്ത്രീത്വത്തെ മൊത്തത്തിൽ അപമാനിച്ചാൽ അവരെ വെറുതെ വിടാൻ പറ്റുമോ? ഇനി ആര്യ രാജേന്ദ്രനെ എന്തിനാണ് സൈബർ ഇടങ്ങൾ വിമർശിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ലേ? അഹങ്കാരത്തോടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരിക്ക് ചേരാത്ത വിധത്തിലുള്ള പെരുമാറ്റമാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയതെല്ലാം. ആനാവൂർ നാഗപ്പച്ചേട്ടൻ തരുന്ന ലിസ്റ്റിൽ നിന്നായിരുന്നല്ലോ നിങ്ങൾ താൽക്കാലിക നിയമനത്തിന് വരെ സഖാക്കളെ കണ്ടെത്തിയിരുന്നത്. ഒരു തൊഴിലാളിയെ എത്ര മ്ലേച്ഛമായ രീതിയിലാണ് നിങ്ങൾ ആക്ഷേപിച്ചതും അയാളുടെ ജോലി തെറിപ്പിച്ചതും. അധികാരത്തിൻ്റെ തിളപ്പിൽ കുടുംബസഹിതം ഇറങ്ങി വന്നൊരു ബസ് തടഞ്ഞ് ഷോ നടത്തിയ നിങ്ങളെ പിന്നെ ജനം വെറുതെ വിടുമോ? അന്ന് നിങ്ങൾ ആ ബസ്സിൽ നിന്നും കട്ടെടുത്ത് വിഴിഞ്ഞ മെമ്മറി കാർഡ് ഏതാമാശയത്തിലാണ് ദഹിക്കാതെ കിടക്കുന്നത്. ലൈംഗികമായി എന്നെ അധിക്ഷേപിച്ചു എന്ന് വരെ നിങ്ങൾ ആ യുവാവിനെതിരെ കള്ളക്കേസ് കൊടുത്തു. എന്തുകൊണ്ടാണ് ഒരു കോർപ്പറേഷൻ ഇത്രകാലം ഭരിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ജനപ്രിയതയും ഇല്ലാതെ പോയത്?
നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ അരുതെന്ന് വിലയ്ക്ക് ഒരു സെക്യൂരിറ്റിക്കാരൻ്റെ പണി കളഞ്ഞത് ഓർമ്മയുണ്ടോ? നിങ്ങൾ കരുതി എല്ലാ കാലത്തും സൈബർ കോമാളികൾ നിങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങിയാൽ വലിയ ജനപ്രീതി ഉണ്ടാകുമെന്ന്. നഗരസഭയിലേക്ക് മത്സരിപ്പിക്കാൻ പോലും ഇത്തവണ പാർട്ടി തയ്യാറായില്ല. അത്രയ്ക്കുണ്ട് പാർട്ടിയിലും നിങ്ങളോടുള്ള താല്പര്യം. അന്ന് ഗോവിന്ദൻ പറഞ്ഞത് നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും ഇനി മത്സരിക്കാമല്ലോ എന്നാണ്. അത് കേട്ടപ്പോൾ കരുതിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രൻ നേമത്ത് നിന്ന് മത്സരിക്കുമെന്നായിരുന്നു. ആ പാവം പിടിച്ച ശിവൻകുട്ടി റോഡ് ഷോ നടത്തിയപ്പോൾ പമ്മിപ്പിടിച്ച് നിങ്ങൾ ആ ജീപ്പിൽ ചെന്ന് കയറിയതിൻ്റെ അനുഭവം കണ്ടില്ലേ? നോക്കണേ, ഈ വിപ്ലവ വനിത കാരണം എത്ര പേരുടെ പണിയാണ് പോയതെന്ന്. ആ പാവം സച്ചിൻ ദേവും ശിവൻകുട്ടിയും വരെ വീട്ടിലിരുന്ന് പോയി. സത്യത്തിൽ എന്തൊരു പ്രതാപം നിറഞ്ഞ ജീവിതമായിരുന്നു നിങ്ങളുടേത്. ഭാര്യ തിരുവനന്തപുരം നഗരസഭയെ നയിക്കുന്ന ആരാധ്യയായ മേയർ, ഭർത്താവ് MLA. അണികളെ അണിനിർത്താനും പാവങ്ങളെ സംഘടിപ്പിക്കാനുമാണ് ഈ പരക്കം പാച്ചിൽ. ഇത്രയും പ്രശസ്തയായ ഭാര്യ വീട്ടിലിരുന്നിട്ടും എന്തുകൊണ്ടാണ് ബാലുശ്ശേരിയിൽ ഭർത്താവ് അവരെ പ്രചാരണത്തിന് കൊണ്ടുപോകാതിരുന്നിട്ട് പോലും 8 നിലയിൽ പൂട്ടി. ആര്യ രാജേന്ദ്രൻ എങ്ങും പ്രചരണത്തിന് ഇറങ്ങേണ്ടതില്ല എന്ന് പാർട്ടി നിർദ്ദേശമുണ്ടായിരുന്നു. അധികാരത്തിൻ്റെ തിളപ്പിൽ ഇവർക്ക് സ്ത്രീ എന്ന പരിഗണന ഒന്നും വേണ്ടായിരുന്നു. അന്ന് ബസ് തടഞ്ഞു നിർത്തിയിട്ട് ഭർത്താവും നാത്തൂനും എല്ലാം കൂടി ഇറങ്ങിച്ചെന്ന് നടത്തിയ ഷോ ബഹുകേമമായിരുന്നല്ലോ. നിനക്കെന്നെ അറിയാമോടാ എന്നാണ് ആ ഡ്രൈവറോട് ചോദിച്ചത്. ഞാൻ ആരാണെന്ന് തനിക്കറിയാമോ? ഇപ്പോഴാ ചോദ്യം കേട്ടാൽ മരവാഴകൾ പോലും നിന്ന് ചിരിക്കും. നീ ആരാണെന്ന് നിനക്കറിയാൻ പറ്റുന്നില്ലെങ്കിൽ നീ പോയി കണ്ണാടിയോട് ചോദിക്ക്. അപ്പോൾ കണ്ണാടി പറയും നീ ആരാണെന്നും ഞാൻ ആരാണെന്നും. പൊതുപ്രവർത്തന രംഗത്ത് അഹങ്കാരി എന്ന പേര് കിട്ടിയാൽ അത് മായ്ച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അങ്ങ് മേലറ്റം മുതലിങ്ങ് താഴെ ഉള്ളതുവരെ കോമാളി പീസുകളാകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കലികാലം ഇന്ന് വരെ കേരളത്തിലുണ്ടായിട്ടില്ല. ഈ ചിന്താ ജെറോമിൻ്റെയും ആര്യയുടെയും ഒക്കെ പ്രസംഗമൊന്ന് കേട്ടു നോക്കുക. എന്തൊരു പൊള്ളയായ വർത്തമാനങ്ങളാണ് ഇവർ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഇവർക്ക് പറയാൻ എന്ത് രാഷ്ട്രീയമിരിക്കുന്നു. എന്തായാലും ഒരു വലിയ സമരപോരാട്ടത്തിന് സജ്ജരാകാനാണ് ആര്യ രാജേന്ദ്രൻ സഖാക്കളെ ഉദ്ബോധിപ്പിക്കുന്നത്. പ്രതിപക്ഷത്തിരുന്നിട്ട് പോലും എത്രമാത്രം ദയാരഹിതമായിട്ടാണ് പൊതുസമൂഹം ഇവരെയൊക്കെ കാണുന്നത്.